Let A be a 2x2 matrix with complex entries which is non-zero and non-diagonal. എന്താണ് A not equal to സം സ്കേലാർ ആൽഫ ഇൻറ്റു ഐ എന്ന് പറയുന്ന ഫോമിലാണ് ഉള്ളത്. നോൺ ഡയഗണൽ നോൺ സീറോ വെച്ചാൽ എന്താണ് ഈ ഒരു ഫോമിലല്ല എന്നാണ്. പിക്ക് ഔട്ട് ദ കേസസ് വെൻ എ ഈസ് ഡയഗണലൈസബിൾ. തന്നിരിക്കുന്ന കേസിൽ ഏതൊക്കെ കേസസിലാണ് എ ഡയഗണലൈസബിൾ ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് കേസ് എന്താണ് എ സ്ക്വയർ ഈക്വൽ ടു ഐ, സെക്കൻഡ് കേസ് എ സ്ക്വയർ ഈക്വൽ ടു 0 ആൻഡ് ദ തേർഡ് കേസ് ഓൾ ഏഗൻ വാല്യൂസ് ഓഫ് എ ആർ ഈക്വൽ ടു 2. സോ ഇത് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഈ ഡയഗണലൈസബിൾ എന്ന് വെച്ചാൽ ഒന്ന് നോക്കാം അല്ലെ. ഡയഗണലൈസബിൾ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്മിഷൻ ഡയഗണലൈസബിൾ ആണ് എന്ന് പറയണമെങ്കിൽ എന്താണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ഏഗൻ വെക്ടേഴ്സ് ഫോം എ ബേസിസ് ഫോർ ആർ എൻ. അതായത് ടി എന്ന് പറയുന്ന ഒരു n ഡയമെൻഷണൽ സ്പേസിൽ ഡിഫൈൻ ചെയ്തതോ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന n/n മെട്രിക്സോ ആണെങ്കിൽ അതിന്റെ വെക്ടേഴ്സ് എന്താണ് ആ ഒരു സ്പേസിന്റെ ഇപ്പൊ ഫീൽഡ് ഏതാണോ ഞാൻ ആറ് വെച്ച് പറയുന്നു ആർ എന്നിന്റെ എന്താണ് ബേസിസ് ഫോം ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് പിന്നുള്ളത് the minimal polynomial if and the matrix is diagonalizable if and only if the minimal polynomial of a r a is the product of distinct linear polynomials അതായത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സെട്ര ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ഡിഗ്രി ഓർഡർ 2 വരാത്ത 1 വരുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലീനിയർ പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കണം എന്തുണ്ടാവേണ്ടത് മിനിമൽ പോളിനോമിയൽ. അപ്പം എ ഡയഗണലൈസബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് the minimal polynomial of A is the product of distinct linear polynomials. ഇനി ഇതല്ലാതെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഫ് ആൻഡ് ഓൺലി ഇപ്പൊ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇഫ് ആൻഡ് ഓൺലി ഒക്കെ ആണ്. ഇനിയിപ്പോ ഒന്നുകൂടി ഉണ്ട് എ ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി വേർ പി എന്ന് പറയുന്നൊരു ഇൻവെർട്ടിബിൾ മെട്രിക്സും പി ഇൻവേഴ്സ് ഡി പി ഡി എന്ന് പറയുന്നൊരു ഡയഗണൽ മെട്രിക്സും. അപ്പൊ ഈ ഒരു മെട്രിക്സിന് നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ എ എന്താണ് ഡയഗണലൈസബിൾ ആണ്. ഓക്കെ, ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും എന്താണ് ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയാം. എ എന്ന് പറയുന്നത് എയുടെ ഏഗൻ വാല്യൂസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് എ ഡയഗണലൈസബിൾ ആണെന്ന് പറയും. ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത് വൺ സൈഡ് മാത്രമാണെന്ന് വരുന്നത്. ഇഫ് ദ ഏഗൻ വാല്യൂസ് ഓഫ് എ ആർ ഡിസ്റ്റിങ്ക്റ്റ് ദെൻ എ ഈസ് ഡയഗണലൈസബിൾ. ഓക്കെ, ഇനിയൊരു അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എ ഈസ് എ നിൽപൊട്ടന്റ് മെട്രിക്സ്. ഒരു മെട്രിക്സ് എപ്പോഴാണ് നിൽപൊട്ടന്റ് ആവുന്നത്? എ റേസ് ടു എൻ ഈക്വൽ ടു 0 വരുമ്പോൾ അല്ലെ. എ റേസ് ടു എൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്താണ് നിൽപൊട്ടന്റ് ആണ്. ഇനി എ എന്ന് പറയുന്നത് 0 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഒബ്വിയസ് അതൊരു ഡയഗണലൈസബിൾ മെട്രിക്സ് ആണ്. കാരണം അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഒരു ഡയഗണൽ മെട്രിക്സ് എപ്പോഴും ഡയഗണലൈസബിൾ ആണ്. 0 മെട്രിക്സ് എപ്പോഴും ഡയഗണലൈസബിൾ ആണ്. നേരത്തെ പറഞ്ഞ റിസൾട്ട്സ് എല്ലാം വെച്ചും പറയാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് 0 മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് ഡയഗണലൈസബിൾ. ഇനി ഇതൊരു നോൺ സീറോ മെട്രിക്സ് ആണെന്ന് കരുതും. എ റേസ് ടു എൻ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ നിൽപൊട്ടന്റ് മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ഡയഗണലൈസബിൾ ആവുമോ എന്നതാണ് നോക്കുന്നത്. ഇനി നമ്മൾക്ക് എന്തറിയാം, ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെങ്കിൽ അതിന്റെ ലീനിയർ പോളിനോമിയൽസ് എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് ലീനിയർ പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കണം മിനിമൽ പോളിനോമിയൽ. ഒരു ലീനിയർ പോളിനോമിയൽ പോലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എ റേസ് ടു എൻ ഈക്വൽ ടു 0 വേറെ നോട്ട് ഈക്വൽ 0 എന്ന് പറയുന്ന മെട്രിക്സ് കൺസിഡർ ചെയ്യുക. ഇത് ഡയഗണലൈസബിൾ ആവണമെങ്കിൽ ഇതിന്റെ മിനിമൽ പോളിനോമിയൽ ഏത് ഫോമിലാണ് വേണ്ടത്? ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ് വരിക? എക്സ് റേസ് ടു എൻ അല്ലെ. അപ്പോൾ മിനിമൽ പോളിനോമിയൽ ഏത് ഫോമിലാണ് വരേണ്ടത്? എക്സ് ആണ് മിനിമൽ പോളിനോമിയൽ എങ്കിൽ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ എന്ത് വന്നു? എ ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു 0 എന്നല്ല എടുത്തത്. ഇവിടെ എന്ത് കിട്ടി? എ ഈക്വൽ ടു 0. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. സോ ദ ഓൺലി നിൽപൊട്ടന്റ് മെട്രിക്സ് വിച്ച് ഈസ് ഡയഗണലൈസബിൾ ഇസ് ദാറ്റ് 0 മെട്രിക്സ്. സോ 0 matrix is the only diagonalizable nilpotent matrix. Okay, ഇനി നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. സെക്കൻഡ് ബി നോക്കിയേ, എ സ്ക്വയർ ഈക്വൽ ടു 0. നമ്മൾക്ക് എന്താണ് നോൺ സീറോ നിൽപൊട്ടന്റ് മെട്രിക്സസ് ഉണ്ട് അല്ലെ. നോൺ സീറോ നിൽപൊട്ടന്റ് മെട്രിക്സസ് ഉണ്ട്. സോ എ സ്ക്വയർ ഈക്വൽ ടു 0 ഡസ് നോട്ട് ഇംപ്ലൈസ് ദാറ്റ് എ ഈസ് ഡയഗണലൈസബിൾ. അപ്പൊ എന്താണ് നോൺ ഡയഗണലൈസബിൾ ആയിട്ടുള്ള എന്താണ് എ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സസ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് സി നോക്കാം. സിയിൽ നമുക്ക് എന്താണ് ഓൾ ഏഗൻ വാല്യൂസ് ഓഫ് എ ആർ ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് എല്ലാ ഏഗൻ വാല്യൂസ് ഈക്വൽ ടു 2 ആയിട്ടുള്ള ഒരു നോൺ ഡയഗണലൈസബിൾ മെട്രിക്സിന് എക്സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ സി എന്താണ് റോങ് ആണെന്ന് കേട്ടല്ലോ. കൺസിഡർ ചെയ്യുക എ ഈക്വൽ ടു 2 2 0 2. ഇതിന്റെ ഏഗൻ വാല്യൂസ് എന്താണ്? നമുക്കൊരു അപ്പർ ട്രയാങ്കിൾ ഒരു ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് ലിസ്റ്റ് ചെയ്താൽ മതി അല്ലേ. ഈ ഡയഗണൽ എലിമെന്റ്സ് ആണ് ഏഗൻ വാല്യൂസ് ആയിട്ട് വരുന്നത്. ഈ എഴുതിയിരിക്കുന്ന ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇതിന്റെ ഏഗൻ വാല്യൂസ് എന്താണ്? 2 ആണ് വരുന്നത് അല്ലേ. ഇനി ഇത് ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞാൽ മതി? എക്സ് മൈനസ് 2
ഇതിന്റെ മിനിമൽ പോളിനോമിയൽ അല്ല എന്ന് പറഞ്ഞാൽ മതി. x-2 ഈ മെട്രിക്സിന്റെ മിനിമൽ പോളിനോമിയൽ അല്ലെന്ന് പറയാൻ എന്ത് പറഞ്ഞാൽ മതി? ഈ ഇക്വേഷൻ x-2 = 0 എന്ന് പറയുന്ന ഇക്വേഷൻ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് a-2y ≠ 0 എന്ന് പറഞ്ഞാൽ മതി അല്ലെ. അപ്പൊ a-2y എന്താണെന്ന് നോക്കാം. ഇവിടെ എന്തുകൊണ്ട് x-2 = 0 അങ്ങനെ പറയാൻ കാര്യം എന്താണ് നോക്കുക. എയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ്? ഇതിന്റെ ഏഗൻ വാല്യൂസ് 2 മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ x-2 ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പോൾ ഇതിൽ വേറെ ഏഗൻ വാല്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഒരു ഡയഗണലൈസബിൾ ഈ ഒരു ഫോമിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വരുന്ന ഒരു ഡയഗണലൈസബിൾ മെട്രിക്സിന് മിനിമൽ പോളിനോമിയൽ എങ്ങനെയേ വരാൻ പാടുള്ളൂ? x-2 ഈ ഫോമിലേ വരാൻ പാടുള്ളൂ അല്ലേ. അപ്പം ഈ x-2 എയുടെ മിനിമൽ പോളിനോമിയൽ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ എ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് a-2y ≠ 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ കൺസിഡർ a-2i. വാട്ട് ഈസ് a-2i? എന്താണ്? 2 മൈനസ് 2 ഇൻറ്റു i എന്താണ്? 2002. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 0 2 0 0 വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0 മെട്രിക്സ്. സോ x-2 എയുടെ മിനിമൽ പോളിനോമിയൽ അല്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? എ ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാം. അപ്പോൾ ബിയും സിയും ആൻസേഴ്സ് അല്ല. ഇനി അടുത്തത് എ നോക്കുക. എയിൽ എന്താണ്? a² = i എന്നാണ് തന്നിരിക്കുന്നത്. a = i ആണെങ്കിൽ ഓൾറെഡി അത് ഡയഗണലൈസബിൾ ആയി. ഇപ്പോൾ a ≠ i യും a² = i ആണെങ്കിൽ a² = i implies that a - i = 0. അതായത് a - i × a + i = 0 എന്ന് വരും. a - i × a + i = 0 എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നമുക്ക് ഏഗൻ വാല്യൂസ് കാണാൻ പറ്റുമല്ലോ. ഏഗൻ വാല്യൂസ് എന്താണ്? x = -1 1. These two are the eigen values of this matrix. അപ്പോൾ ഡിസ്റ്റിങ്ക്ട് ഏഗൻ വാല്യൂസ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വരും? എ ഡയഗണലൈസബിൾ ആവും. അപ്പോൾ ഈ 3 കേസസിൽ ഫസ്റ്റ് എയിൽ മാത്രമാണ് എന്ത് വരുന്നത്? ഫസ്റ്റ് കേസിൽ മാത്രമാണ് ദ മെട്രിക്സ് ഡയഗണലൈസബിൾ ആവുന്നത്. റിമൈനിങ് കേസിൽ നമുക്ക് ഡയഗണലൈസബിൾ ആവണമെന്നില്ല. ബാക്കി 2 കേസസിൽ ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെന്ന് കരുതി മെട്രിക്സ് ഡയഗണലൈസബിൾ ആവണമെന്നില്ല. പക്ഷേ ഫസ്റ്റ് കേസിൽ എന്താണ്? നമുക്ക് മെട്രിക്സ് എപ്പോഴും a² = i ആണെങ്കിൽ a എപ്പോഴും എന്തായിരിക്കും? ഡയഗണലൈസബിൾ ആയിരിക്കും. ഓക്കെ.